നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയെ കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വെള്ളറട ആനപ്പാറ സ്വദേശി മോസസ് ബിബിനാണ് അമ്മയായ നളിനിയെ ദാരുണമായി കൊലപ്പെടുത്തിയത്. പോക്സോ കേസിൽ പ്രതിയായ മോസസ് ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. വർഷങ്ങളായി അമ്മയും മകനും മാത്രം താമസിച്ചിരുന്ന വീട്ടിലാണ് ഇന്ന് രാവിലെ നാടിനെ നടുക്കിയ കൊലപാതകം. ഇളയ മകനായ ജെയിൻ ജേക്കബ് അമ്മയ്ക്ക് പ്രഭാത ഭക്ഷണവുമായി വീട്ടിൽ ചെന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത്. വീടിനുള്ളിൽ തീ കത്തുന്നതും പുറത്ത് കത്തിയുമായി മോസസ് നിൽക്കുന്നതുമാണ് ഇളയ മകൻ കണ്ടത്. നാട്ടുകാർ ചേർന്ന് വീടിനകത്ത് കയറാൻ ശ്രമിച്ചുവെങ്കിലും മോസസ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് എത്തിയ വെള്ളറട പോലീസാണ് വീടിനുള്ളിലെ തീ അണച്ചത്. ബലം പ്രയോഗിച്ച് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. കാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു നളിനിയുടെ മൃതദേഹം. കാലുകൾ ഒഴികെ ശരീരം പൂർണ്ണമായി കത്തിക്കരിഞ്ഞിരുന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് നളിനിയുടെ ഭർത്താവ് മരിച്ചതിനു ശേഷം മൂത്ത മകൻ മോസസിനും ഭാര്യയ്ക്കൊപ്പമായിരുന്നു നളിനിയുടെ താമസം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മോസസ് അറസ്റ്റിലായതോടെ ഭാര്യ മകളുമായി വീട് വിട്ട് പോയിരുന്നു. ലഹരി ഉപയോഗമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം ബാംഗ്ലൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രിൻസിപ്പൽ കോട്ടയം സ്വദേശി തോമസ് ചെറിയാൻ, കണ്ടാൽ അറിയുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കിയാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. മരണത്തിൽ സ്കൂളിലെ ആയയ്ക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിന് പിറകെയാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഇന്നലെ രാത്രിയാണ് കോട്ടയം മണിമല സ്വദേശി ജിറ്റോ ടോമി ജോസഫിന്റെ മകൾ ജിയന്ന ആൻ ജിറ്റോ ചികിത്സയിലിരിക്കെ മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ജിയന്നയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഛർദ്ദിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെത്തിയ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്കേറ്റ കുട്ടിയെയാണ് കാണാനായത്. എങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്ന് സ്കൂൾ അധികൃതർ മറച്ചു. ഇതോടെ ചികിത്സ വൈകി. 3 ആശുപത്രികൾ കയറി ഇറങ്ങിയ ശേഷമാണ് ഹെബാളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തുന്നതും ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ കുട്ടിയുടെ തല തകർന്നതായി കണ്ടെത്തുന്നതും. വൈകാതെ ബോധം നഷ്ടപ്പെട്ട ജിയാനയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അടുത്ത ദിവസം തന്നെ മസ്തിഷ്ക മരണവും സംഭവിച്ചു. വീഴ്ചയെക്കുറിച്ച് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു. തുടക്കത്തിൽ കൂടെയുണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടി അബോധാവസ്ഥയിലായതോടെ മുങ്ങിയതും സംശയം ഇരട്ടിച്ചു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. സ്കൂളിലെ ആയയിൽ ഒരാൾ കുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നു. ഇവരും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നത്തിൽ കുട്ടിയോട് പക വീട്ടിയതെന്ന സംശയവും മാതാപിതാക്കൾ ഉയർത്തുന്നുണ്ട്. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പ്രിൻസിപ്പൽ തോമസ് ചെറിയാൻ നശിപ്പിച്ചതായും അച്ഛനമ്മമാർ ആരോപിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്തതിന് പിറകെ ഒളിവിൽ പോയ പ്രിൻസിപ്പലിനായി പോലീസ് തിരച്ചിൽ തുടങ്ങി. ഇയാളെ കിട്ടിയാൽ മാത്രമേ കുട്ടി വീഴാനിടയായ സാഹചര്യം വ്യക്തമാകൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറി ജന്മനാടായ കോട്ടയം മണിമലയിലേക്ക് എത്തിച്ച് സംസ്കാരം നടത്തി.